പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം വിജയകരമായൊരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയില്ലേ? ഹല്ലേലൂയ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ. ഇവിടെല്ലാം നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനേ, ഇവിടെല്ലാം നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനേ. അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി മനമേ, അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. അതിരാവിലെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുവാൻ, നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ, നിങ്ങളുടെ പ്രത്യാശയെ നിലനിർത്തുവാൻ ഈ രാവിലെ സമയത്ത് പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കത് ചിന്തിക്കാം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. വിവിധ നിലകളിലാണ് തലമുറകൾ തകരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരെ ഉദ്ധരിക്കുവാൻ നമ്മുടെ കർത്താവ് ഉണ്ടെന്നുള്ളതിന് വ്യക്തമായ സന്ദേശങ്ങളാണ് തിരുവചനത്തിൽ കൂടെ നമുക്ക് നൽകുന്നത്. നിങ്ങളാരും ഭാരപ്പെടരുത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ നാശത്തിലേക്ക് പോകുന്ന തലമുറയെ വിടുവിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇന്ന് രാവിലെ സമയവും ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച തിരുവെഴുത്ത് ഒരു വിധവയുടെ മകൻ്റെ വിഷയമാണ്. അനേക കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള മനസ്സിന് താങ്ങാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 വാക്യങ്ങളാണ്. നൈൻ എന്ന പട്ടണത്തിൽ യേശു കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ പട്ടണത്തിന് പുറത്തേക്ക് ഒരു വിലാപയാത്ര കടന്നു വരികയാണ്. ഒരു വിധവയുടെ മകൻ മരിക്കുവാനിടയായിത്തീർന്നു. അവൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു മകൻ മാത്രമായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണി, അല്ലേ സംരക്ഷകൻ. ഭർത്താവോ നഷ്ടപ്പെട്ടു. ഈ മകനിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്ന ആ മാതാവിന് വേദനയുടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ മാനസിക തകർച്ചയുടെ അനുഭവത്തിലേക്ക് ആ മാതാവ് കടന്നു പോവുകയാണ്. അപ്പോഴാണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും തന്നോടൊപ്പം ഒരു വലിയ ജനക്കൂട്ടവും ആ പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. ഈ യൗവനക്കാരനായ മകൻ്റെ ഡെഡ് ബോഡിയും വഹിച്ചുകൊണ്ട് വിലാപയാത്രയായി പട്ടണത്തിന് വെളിയിലേക്ക് അത് മറവ് ചെയ്യേണ്ടതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് ഇനി യാതൊരു രക്ഷയുമില്ല. ഇനി മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. ഇനി ഇതിനെ തിരികെ എടുക്കാൻ പറ്റുകയില്ല. ഇതിൽ നിന്ന് നമുക്കൊരാദായവും ഉണ്ടാകുകയില്ല, അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന തലത്തിലേക്ക് ഒരുപാട് ആളുകൾ മാറിയിരിക്കുകയാണ്. പരാജയപ്പെട്ടു പോയി. നീ എങ്ങനെ മുന്നോട്ട് പോകും?
മകനിലായിരുന്നു പ്രതീക്ഷ വെച്ചിരുന്നത്, മകൻ നഷ്ടപ്പെട്ടു. ബിസിനസ്സിലാണ് പ്രതീക്ഷ വെച്ചിരുന്നത്, ബിസിനസ് തകർന്നു പോയി അല്ലേ. അങ്ങനെ കൃഷിയിലാണ് പ്രതീക്ഷ വെച്ചിരുന്നത്, കൃഷി തകർന്നു പോയി. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, മറ്റാരും സഹായിക്കുവാനില്ലാത്ത ഒരു അനുഭവം. ഇന്ന് രാവിലെ സമയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ള സന്ദേശം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ആമീൻ ഒരു അസ്തമയമല്ല, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒരു ഉദയം ആമീൻ ഉണ്ടാകട്ടെ, ഒരു ഉദയം ഉണ്ടാകട്ടെ. ആമീൻ. ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാണ്, ഈ വിധവയുടെ മകൻ ഇതാ മണ്ണിലേക്ക് മറയപ്പെടുവാൻ ചില നിമിഷം കൂടെ കഴിഞ്ഞാൽ ഇതാ ആ കുഴി വെട്ടി കാത്തിരിക്കുന്ന ആ ആളുകൾ പട്ടണത്തിന് വെളിയിലുണ്ട്. ഈ യൗവനക്കാരനായ മകനെ ആ കുഴിയിൽ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടുവാൻ കാത്തിരിക്കുന്ന ആമീൻ കുറേ ആളുകൾ പട്ടണത്തിന് വെളിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രതീക്ഷ, നിന്റെ പ്രത്യാശ, നീ നേടിയെടുക്കേണ്ട നേട്ടങ്ങൾ, ആമീൻ, നിന്റെ ലാഭങ്ങൾ, ദൈവത്തിന് സ്തോത്രം, നിന്റെ ആത്മീകമായ നേട്ടങ്ങൾ, ഇതെല്ലാം മണ്ണിട്ട് മൂടുവാൻ കാത്തിരിക്കുന്ന ആമീൻ ഒരു കൂട്ടം ആളുകൾ ആമീൻ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളുടെ പ്രത്യാശയെ ഞാൻ ഉണർത്തുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമീൻ, അതിന് ദൈവം അനുവദിക്കുകയില്ല. നീ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആശ്രയിക്കുന്ന കർത്താവ് ഉള്ളിടത്തോളം കാലം ദൈവത്തിന് സ്തോത്രം, നിനക്ക് ആമീൻ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവം പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തരുവാൻ തയ്യാറാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മനുഷ്യൻ ചുമക്കുന്നവരോട് പറയുക, നിൽക്കുക. അവൻ എന്ത് ചെയ്തു? അവർ അവിടെ നിന്നു. മഞ്ചത്തേൽ അവൻ തൊട്ടു. ആമീൻ. ആ യൗവനക്കാരനായ മകന്റെ ആമീൻ കൈക്ക് പിടിച്ചവനെ, ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് ആമീൻ യേശു അവനോട് പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം ഇപ്രകാരം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, നാം മരിച്ചവരായിരുന്നു, നമ്മയും കർത്താവ് എന്ത് ചെയ്തു? ജീവിപ്പിക്കാൻ ഇടയായി തീർന്നു. പാപത്തിന്റെ ചെങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടവരായി, മരണത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചേക്കപ്പെട്ടവരായി, മരണത്തിന്റെ പാശങ്ങൾ ചുറ്റി ആമീൻ ഒരു വിധത്തിലും വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ ആമീൻ തകർച്ചയുടെ ആഴക്കയത്തിലേക്ക് മണ്ണിട്ട് മൂടുവാൻ ശത്രു തയ്യാറായി ഒരുങ്ങി നിൽക്കുമ്പോൾ, അവന്റെ ആ ശത്രുവിന്റെ സകല പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ഇതാ ആമീൻ കർത്താവായ യേശു ക്രിസ്തു ആ പട്ടണത്തിലേക്ക്, നൈം എന്ന പട്ടണത്തിലേക്ക് കയറി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരിക്കലും ഇനി രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ച, ഒരിക്കലും ജീവൻ പ്രാപിക്കത്തില്ലെന്ന് ചിന്തിച്ച, മണ്ണിൽ അമർന്നു പോകുമെന്ന് ചിന്തിച്ച തൻ്റെ മകനെ തിരിച്ചു കിട്ടുന്ന ആമീൻ ആ മാതാവിൻ്റെ ആ ദൈവത്തിന് സ്തോത്രം, ആ പ്രതീക്ഷ, ആ പ്രത്യാശ എത്ര വലുതായി മാറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കഴിഞ്ഞ 33 വർഷം എന്നെ അത്ഭുതകരമായി മരണത്തിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് എന്നെ രക്ഷിച്ച കർത്താവ് നിങ്ങളുടെയും ജീവനെ രക്ഷിപ്പാൻ മതിയായവനാണ്. ആമേൻ. നിങ്ങളുടെ തലമുറയെ വിടുവിപ്പാൻ മതിയായവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വലിയ വിടുതൽ നൽകട്ടെ. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് യഹോവ നിങ്ങൾക്ക് നൽകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരും. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പ്രത്യാശ, ഉറപ്പ്, ധൈര്യം ആമേൻ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മണ്ണിട്ട് മൂടുമെന്ന് ശത്രു പറഞ്ഞ പല മേഖലകളും തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ.
ഉണ്ടാകട്ടെ. ആത്മാവ് ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ. ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് പ്രത്യാശ, ഉറപ്പും ധൈര്യവും ഉണ്ടാകട്ടെ. ആത്മാവ് ഞാൻ കൽപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിന്റെ എല്ലാ ആത്മീയ ഭൗതിക മേഖലകളെയും ദൈവം ഉണർത്തുമാറാകണമേ. ഉയർപ്പിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവേ. ആമീൻ. എല്ലാവർക്കും അനുഗ്രഹങ്ങളെ നേരുന്നു. നുഹോ ഇന്റർനാഷണൽ ഫുൾ ഗോസ്പൽ മിനിസ്ട്രിയുടെ എല്ലാവിധ ആശ്വാസങ്ങളും പ്രാർത്ഥനകളും സമാധാനവും ആമീൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.